നമസ്കാരം. റാഫ് ടോക്ക് പോഡ്കാസ്റ്റിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് അവർക്കും സ്വാഗതം. കുറേ നാളുകളായി നമ്മൾ ഫിഫ വേൾഡ് കപ്പിൽ കൃത്യമായിട്ട് ഷിയാബ് സാറൊക്കെ ചേർത്തുകൊണ്ട് നമ്മൾ പോഡ്കാസ്റ്റ് ചെയ്തിരുന്നു. അദ്ദേഹം കുറഞ്ഞൊരു കാലത്തേക്ക് ഒന്ന് വിട്ടു നിൽക്കുകയാണ്, ഒന്ന് വിദേശത്തൊക്കെ പോയി വരും. അത് കഴിഞ്ഞിട്ട് നമ്മൾ പൂർവാധികം ശക്തിയിൽ ഡിസ്കഷൻസും കാര്യങ്ങളും ഒക്കെ ആയിട്ട് മുന്നോട്ട് പോകും. ക്ലബ് ഫുട്ബോളൊക്കെ നമുക്ക് പൊളിച്ചെടുക്കണം. അപ്പം ഈ ട്രാൻസ്ഫർ ജാലകം നമ്മൾ കാണുന്നുണ്ടല്ലോ, ട്രാൻസ്ഫർ ജാലകത്തിൽ ഇറങ്ങി അങ്ങ് കളിക്കുകയാണ് റയൽ മാഡ്രിഡ്. കാരണം വളരെ കൃത്യം, കഴിഞ്ഞ 2 സീസണുകളിൽ പ്രത്യേകിച്ചൊന്നും ഉണ്ടാക്കിയിട്ടില്ല. പോയ സീസണാണെങ്കിൽ ശരിക്കും ദുരന്തമായി. സാബിയോ അലോൺസോ ജനുവരിയോടുകൂടി ഇറങ്ങി, പകരം ആർബിലോ വന്നു. റിസൾട്ട് മെച്ചപ്പെടുത്താനൊന്നും പറ്റിയില്ല. ഇപ്പോൾ ഹോസെ മൊറീഞ്ഞോയെ കൊണ്ടുവന്നിരിക്കുകയാണ്. അതിനിടയ്ക്ക് ഫ്ലോറന്റിനോ പെരസ് പ്രസിഡൻ്റ് സ്ഥാനമൊക്കെ രാജിവെച്ച് ഇലക്ഷനൊക്കെ വിളിച്ച് വീണ്ടും പ്രസിഡൻ്റായിട്ട് വന്നു. അപ്പോൾ ആ പ്രസിഡൻ്റ് സ്ഥാനത്തിന് മത്സരിക്കുമ്പോൾ പറഞ്ഞൊരു കാര്യമാണ്, ഒരു വമ്പൻ സൈനിങ് നടത്തും എന്നുള്ളത്. നമ്മളൊക്കെ കേട്ടതാണല്ലോ, അതായിരുന്നു ഒരു വാഗ്ദാനം. അപ്പോൾ അതിന് പിന്നാലെ ഒലീസയ്ക്ക് ബിഡ് കൊടുക്കുന്നതും അത് പിന്നെ നടക്കാതെ പോകുന്നതും അതൊക്കെ ഇങ്ങനെ ഒരു ഭാഗത്ത് ഇങ്ങനെ ചുറ്റിക്കറങ്ങി നിന്നു. എന്നാൽ ഇപ്പോഴിതാ PSG സൈൻ ചെയ്യാൻ വേണ്ടി ഉറപ്പിച്ചു വെച്ചിരുന്ന ഒരാളെ, യാൻ ഡയമൻഡെ തന്നെ തൂക്കിയിരിക്കുകയാണ് റയൽ മാഡ്രിഡ്. അത് പെരസിനൊരാവശ്യമായിരുന്നു, വമ്പൻ തുകയ്ക്ക് ഒരാളെ കൊണ്ടുവരണം എന്നുള്ളത്. 100 മില്യൺ യൂറോക്കാണ് ഡയമൻഡെ കൊണ്ടുവരുന്നത്. 90 മില്യൺ പ്ലസ് 10 മില്യൺ ആഡ് ഓൺ എന്ന രൂപത്തിൽ PSG കാര്യങ്ങളൊക്കെ ഏതാണ്ട് സെറ്റാക്കി വരികയായിരുന്നു. താരവുമായിട്ട് പേഴ്സണൽ ടേംസും എഗ്രി ചെയ്തായിരുന്നു. അവിടെ നിന്നാണ് ഈ ഹൈജാക്ക് സംഭവിച്ചിരിക്കുന്നത്. അപ്പം ഡയമൻഡെ കൂടി എത്തുന്നതോടുകൂടി എന്തെന്ത് ട്രാൻസ്ഫറുകളാണ് ഇപ്പോൾ നടത്തിയെന്ന് നോക്കണം. ഇത് തീർച്ചയായിട്ടും ഒരു ഗലാക്റ്റിക്കോ ആക്റ്റീവ് ആക്കിയിരിക്കുകയാണ് ഫ്ലോറന്റിനോ പെരസ്. അതിന് റിസൾട്ട് ഉണ്ടാവണം, അതാണ് ഇനി വേണ്ടത്. പക്ഷെ ഇപ്പോൾ എന്താണെന്നറിയോ, ഇപ്പോൾ സ്പാനിഷ് മാധ്യമങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്യുന്നൊരു വിവരം വെച്ചിട്ട് സൈനിങ് ഇവിടെ തീരുന്നില്ല. ഡയമൻഡെ കൊണ്ടുവന്നതോടുകൂടി സൈനിങ് തീരുന്നില്ല, ഇനിയും സൈനിങ്ങുകൾ ഉണ്ടാവുന്നതാണ്. റോഡ്രിക്ക് വേണ്ടിയിട്ടുള്ള നീക്കങ്ങൾ വളരെ സജീവമാക്കിയിട്ട് തന്നെ ഇപ്പോൾ മുന്നോട്ട് പോകുന്നു എന്നുള്ള വിവരം കൂടി വരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്കറിയാവുന്ന പോലെ തന്നെ ഒരു ഘട്ടത്തിൽ റോഡ്രി റയലിലേക്ക് വരണമെന്നൊക്കെ ആഗ്രഹിച്ചപ്പോൾ അതിന് തടയിട്ടുകൊണ്ട് നിന്നിരുന്നത് ഫ്ലോറന്റിനോ പെരസാണ്. ആ പെരസ് ഇപ്പോൾ ഗ്രീൻ സിഗ്നൽ കാണിച്ചിട്ടുണ്ട്, കാര്യങ്ങൾ തീരുമാനമാകും, റോഡ്രി വരും എന്ന പ്രതീക്ഷ. അങ്ങനെയെങ്കിൽ മധ്യനിരയിലെ പ്രശ്നങ്ങൾ കൂടി റയൽ മാഡ്രിഡ് പരിഹരിക്കും. അടുത്ത സീസണിൽ റയലിനെ തടയുക എന്നുള്ളത് എളുപ്പമുള്ള കാര്യമാവില്ല. ഇപ്പോൾ നോക്കുക, ഇപ്പോൾ ഹോസെ മൊറീഞ്ഞോയെ കൊണ്ടുവന്നതിന് പിന്നാലെ ഡെൻസൽ ഡംഫ്രീസിനെ കൊണ്ടുവന്നു. ഡംഫ്രീസിനെ കൊണ്ടുവരുന്നു എന്ന് പറയുമ്പോൾ അതിൽ 20 മില്യൺ യൂറോക്കാണ് ഡംഫ്രീസിനെ എത്തിച്ചത്. നമുക്കറിയാം, വിങ്ങിലൂടെ വലിയ മികച്ച രൂപത്തിലുള്ള നീക്കങ്ങൾ ഉണ്ടാക്കാൻ കെൽപ്പുള്ള താരമാണ്. കഴിഞ്ഞില്ല, അവർ ഇബ്രാഹിമ കൊനാട്ടയെ കൊണ്ടുവന്നു. ഫ്രീ ഏജൻ്റായിട്ടാണ് വന്നത്, ഫ്രീ ആയിട്ട് കൊണ്ടുവന്നതാണ്. സെൻറ്റർ ബാക്ക് പൊസിഷൻ അതോടുകൂടി ശക്തിപ്പെടുത്താൻ പറ്റുമെന്ന് കരുതുന്നു. ഇപ്പോൾ മിലിറ്റാവൊക്കെ കഴിഞ്ഞ തവണ പരിക്ക് പറ്റിയതൊക്കെ പ്രശ്നങ്ങളായിരുന്നു. അതുകൊണ്ടൊരു കവർ ആവശ്യമാണ്, കൊനാട്ട് വരുന്നു. പിന്നെ കഴിഞ്ഞില്ല, മറ്റൊന്ന് ബെർണാഡോ സിൽവയുടെ വരവാണ്. ബെർണാഡോ സിൽവയും ഫ്രീ ഏജൻ്റായിട്ടാണ് വരുന്നത് സിറ്റിയിൽ നിന്ന്. മധ്യനിരക്ക് ശക്തി പകരാൻ അതിലൂടെ കഴിയും എന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. മുന്നേറ്റത്തിലും അദ്ദേഹത്തിന് കളിക്കാൻ പറ്റും, വേഴ്സറ്റൈൽ പ്ലെയറാണ്. ഹോസെ മൊറീഞ്ഞോക്ക് പ്രത്യേക താല്പര്യം അങ്ങനെയാണ്. ബെർണാഡോ ഒരു ഘട്ടത്തിൽ ബാഴ്സലോണയിലേക്ക് പോകാനിരുന്നതാണ്. അത്തരത്തിലുള്ള ചില നീക്കങ്ങളും നടന്നതാണ്. വളരെ പെട്ടെന്നാണ് റയൽ ഇതിലേക്ക് വരികയും ബെർണാഡോയെ സ്വന്തമാക്കുകയും ചെയ്യുന്നത് ഹോസെ മൊറീഞ്ഞോ തന്നെയാണ് അതിന് പുറകിലുള്ള കാരണം. കുക്കറയെ കൊണ്ടുവന്നു. ഇപ്പോൾ സ്പെയിനു വേണ്ടി വേൾഡ് കപ്പിൽ മികച്ച പ്രകടനം നടത്തിയ താരങ്ങളിൽ ഒരാൾ കുക്കറയെ 55 മില്യൺ യൂറോക്കാണ് കൊണ്ടുവന്നത്. തീർന്നോ? എവിടെ തീരാൻ? 100 മില്യൺ യൂറോക്ക് യാൻ ഡയമൻഡെ എത്തിക്കുന്നു. കഴിഞ്ഞില്ലെന്നേ, റോഡ്രിയും വരും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. മറ്റ് സൈനിങ്ങുകൾ ഇനിയും ഉണ്ടാകും എന്ന് പറയുമ്പോൾ വൺ ഓഫ് ദി ക്രേസിയസ്റ്റ് സമ്മർ ട്രാൻസ്ഫർ വിൻഡോ ഓഫ് ഓൾ ടൈം റയൽ മാഡ്രിഡിൻ്റെ കാര്യത്തിൽ. അപ്പോൾ ഇനിയുള്ള ചോദ്യം, ഈ ഇയറിൽ റയൽ മാഡ്രിഡിനെ തടയാൻ ആരൊക്കെണ്ടാവും എന്നുള്ളതാണ്. നിലവിലുള്ള ടീമും പ്ലസ് ഈ ആഡ് ഓൺസും. ഇതിൽ നമുക്കറിയാവുന്ന പോലെ വിനി ജൂനിയറുടെ കാര്യം എന്താവും എന്നുള്ള ചർച്ചകൾ ഒരു ഭാഗത്ത് നടന്നിരുന്നു. എന്നാൽ കഴിഞ്ഞ ദിവസങ്ങളിൽ സ്പാനിഷ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തത് ഹോസെ മൊറീഞ്ഞോ വളരെ കൃത്യമായിട്ട് ക്ലബിൻ്റെ അധികൃതരോട് പറഞ്ഞിട്ടുണ്ട്, ടീമിലെ സൂപ്പർ താരങ്ങളെല്ലാവരും നിലനിർത്തണം.
വിനി ജൂനിയർ ആണെങ്കിലും കിലിൻ എംബാപ്പെ ആണെങ്കിലും ജൂഡ് ബെല്ലിംഗാം ആണെങ്കിലും ഒക്കെ ടീമിൽ തുടരണം എന്നാണ് അദ്ദേഹം ആഗ്രഹിക്കുന്നത്. അപ്പോൾ എന്തൊരു മുന്നേറ്റ നിരയായിരിക്കും അത് എന്ന കാര്യമാണ് നമ്മൾ നോക്കേണ്ടത്. ഇനിയിപ്പോൾ കോൺട്രാക്റ്റ് എക്സ്റ്റൻഷൻ ടോക്കിലേക്ക് കടക്കും. പിന്നീട് കാര്യത്തിൽ റയലിന് കൃത്യമായ ധാരണയുണ്ട്. ഒന്നുകിൽ കോൺട്രാക്റ്റ് എക്സ്റ്റെൻഡ് ചെയ്യുക, അല്ലെങ്കിൽ സെല്ല് ചെയ്യുക. വിനിക്ക് വേണ്ടി ആഴ്സണൽ രംഗത്തുണ്ട് എന്ന വാർത്ത ഡേവിഡ് ഓൺസ്റ്റീനാണ് പുറത്തു വിട്ടത്. അപ്പോൾ അവിടെ ഒരു സാധ്യത സ്റ്റിൽ ഓപ്പൺ ആയിട്ട് ഇവിടെ കിടപ്പുണ്ട്. അതെന്താവും എന്നുള്ളത് കണ്ടറിയണം. അപ്പോൾ ഇപ്പോഴത്തെ റയലിലൊരു നിര അത് അതിശക്തമാണ്. എതിരാളികൾ ഇപ്പോൾ ബാഴ്സയാണെങ്കിലും അത്ലറ്റിക്കോ മാഡ്രിഡ് ആണെങ്കിലും ഒക്കെ ബുദ്ധിമുട്ടുമെന്ന കാര്യം ഉറപ്പാണ്. നമ്മൾ നോക്കുകയാണ്, അവരുടെ ഒരു 11 നോക്കുകയാണെങ്കിൽ ഗോൾ കീപ്പറായിട്ട് കോർട്ടുവ തന്നെ ഉണ്ടാവും. കോർട്ടുവ, പിന്നെ ഡിഫൻസിൽ കൊനാറ്റയും ഹൂയിസനും ഇറങ്ങുമെന്ന് പ്രതീക്ഷിക്കാം. എതിർ മിലിറ്റാവോ ഉണ്ട്. പരിക്കിൻ്റെ പ്രശ്നങ്ങളൊന്നും ഒക്കെ മാറിക്കഴിഞ്ഞാൽ അദ്ദേഹം അവിടെ ശക്തമായിട്ട് അദ്ദേഹവും ഉണ്ടാവും ഡിഫൻസ് ശക്തമാക്കാൻ. ഇരു വർഷങ്ങളിലായിട്ട് കുക്കറയും ട്രെൻഡും വരും. പിന്നെ ഡംഫ്രീസിനെ പോലെയുള്ള താരങ്ങളെയും വിങ്ങിൽ ഉപയോഗപ്പെടുത്താൻ പറ്റുന്നു. ചുരുക്കി പറഞ്ഞ ഓപ്ഷൻസ് ഇപ്പോൾ അവൈലബിൾ ആണ്. പിന്നെ മധ്യനിരയിലേക്ക് വരുമ്പോൾ റോഡ്രി എത്തുകയാണെങ്കിൽ അദ്ദേഹം മധ്യനിരയിൽ പ്രധാനപ്പെട്ട റോൾ വഹിക്കും. ഒപ്പം വാൽവർദയും കൂടി ചേരുമ്പോഴോ അതൊരു കിടിലനായിരിക്കില്ലേ. പിന്നെ ജൂഡ് ബെല്ലിംഗാമും സൂപ്പറായിരിക്കും. ഇനി അതല്ലെങ്കിൽ അവിടെ സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങൾ നിങ്ങൾക്കറിയാലോ. ഷൂമനി ഉപയോഗിക്കാം. അപ്പോൾ ഏതായാലും മധ്യനിരയിൽ ഉപയോഗപ്പെടുത്താൻ ആവശ്യത്തിന് ആളുകളുണ്ട്. ബെർണാഡോ സിൽവയെ മധ്യനിരയിൽ ഉപയോഗപ്പെടുത്താം, അല്ലെങ്കിൽ മുന്നേറ്റത്തിൽ ഉപയോഗപ്പെടുത്താം. ഇനി അതും കഴിഞ്ഞില്ല, മുന്നേറ്റത്തിലേക്ക് പോകുമ്പോഴാണ് രസം. വിനി ജൂനിയറിൻ്റെ ഇടത് പാർശ്വത്തിൽ, വലത് പാർശ്വത്തിൽ ഡയമണ്ടേ കളിപ്പിക്കാം. ഗോളടിക്കാൻ എംബാപ്പയെ ഉപയോഗപ്പെടുത്താം. അല്ലെന്നേ റോഡ്രിഗോ അവിടെ ഉണ്ട്, ബ്രൈൻ ഡയസ് ഉണ്ട്. സോ ഓപ്ഷൻസ് അവൈലബിൾ ആയ മികച്ചൊരു സ്ക്വാഡാക്കി ടീമിനെ മാറ്റിയെടുത്തിട്ടുണ്ട്. ഇനിയും താരങ്ങൾ വരും. അപ്പം അങ്ങനെ കൂടി സംഭവിക്കുകയാണെങ്കിൽ ഈ ഗലാക്റ്റിക്കോയെ തടയുക എന്നത് എളുപ്പമുള്ള കാര്യമല്ല. പിന്നെയുള്ള ചോദ്യം, ഹോസെ മൊറീഞ്ഞോയെ വെച്ച് പഴയ പ്രതാപത്തിലേക്ക് ടീമിന് മടങ്ങി പോകാൻ പറ്റുമോ എന്നുള്ളതാണ്. മൊറീഞ്ഞോ ശരിയാണ്, വളരെ ഹൈലി സക്സസ്ഫുൾ ആയിട്ടുള്ള കോച്ചാണ്. പക്ഷേ സമീപകാലത്തെ കുറച്ച് കണക്കുകളൊന്നും എടുത്ത് നോക്കിയിട്ട് നിങ്ങൾക്കൊന്ന് പറയാൻ പറ്റുമോ ഏറ്റവും ഒടുവിൽ എന്നാണ് അദ്ദേഹം ഒരു ലീഗ് കിരീടം ചൂടിയത് എന്ന്? അതാ പ്രശ്നം. ഇവിടെ അത് തീരുമോ എന്നുള്ളതാണ്. റയലിനും ഒരു ലീഗ് കിരീടം വേണം. അപ്പോൾ മൊറീഞ്ഞോയെ കൊണ്ടാവുമോ എന്നൊരു ചോദ്യമുണ്ട്. പിന്നെ സ്വാഭാവികമായിട്ടും സൂപ്പർ താരങ്ങളെ ഹാൻഡിൽ ചെയ്യാൻ വളരെ കപ്പാസിറ്റി ഉള്ളൊരു കോച്ച് തന്നെ വേണം. സാബിയോ അലോൺസൊക്കെ അനുഭവിച്ചത് പിന്നീട് മാധ്യമങ്ങൾ പുറത്തു കൊണ്ടുവന്നല്ലോ. ആർബിലോക്കും ബുദ്ധിമുട്ടുണ്ടായിരുന്നു സൂപ്പർ താരങ്ങളെ ഹാൻഡിൽ ചെയ്യാൻ. ആ ബുദ്ധിമുട്ട് എന്തായാലും ഹോസെ മൊറീഞ്ഞോക്ക് ഉണ്ടാവില്ല. അദ്ദേഹത്തിന് അറിയാം ഇവരെങ്ങനെ ഹാൻഡിൽ ചെയ്യണമെന്ന്. പക്ഷേ അത് ഈഗോ ക്ലാഷിലേക്ക് പോവാതിരിക്കുക എന്നുള്ളതും ഇമ്പോർട്ടൻ്റ് ആയിരിക്കും. പാളയത്തിൽ പട ഉണ്ടാവാതിരിക്കട്ടെ എന്ന് മാത്രമേ പറയാൻ പറ്റുള്ളൂ. സ്പെഷ്യൽ വൺ തിരികെ എത്തിയിരിക്കുകയാണ്. അപ്പോൾ ഒരു സ്പെഷ്യൽ സീസൺ ആരാധകർ പ്രതീക്ഷിക്കുന്നുണ്ട്. അത് എത്രത്തോളം സ്പെഷ്യലാവും റിസൾട്ടിൽ എന്നുള്ളതാണ് കണ്ടറിയേണ്ടത്. റിസൾട്ട് കണ്ടോളണം. അതിപ്പോൾ മൊറീഞ്ഞോ ആയാലും ആരാണെങ്കിലും റിസൾട്ട് കണ്ടോളണം. അതാണ് റയലിൻ്റെ ഒരു രീതി. സാബി അലോൺസോയെ പോലെ ഒരാൾ വന്നിട്ട് റിസൾട്ട് ഇല്ലെങ്കിൽ മിഡ് സീസണിൽ സാക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ മൊറീഞ്ഞോ ആണെങ്കിലും അതങ്ങനെ തന്നെ ആയിരിക്കും. ഇനി കാത്തിരിക്കാൻ പറ്റില്ല. കിരീടങ്ങളില്ലാതെ മുന്നോട്ട് പോകാൻ പറ്റില്ല. അപ്പം അതുകൊണ്ട് തന്നെ അത് അടുത്ത സ്പാനിഷ് സൂപ്പർ കപ്പ് മുതൽ, സ്പാനിഷ് സൂപ്പർ കപ്പ് എന്ന് പറയാൻ ഞാൻ കാരണം എന്താണെന്ന് വെച്ചാൽ അതാണ് സാബി അലോൺസോക്ക് പണി കിട്ടിയത്. സ്പാനിഷ് സൂപ്പർ കപ്പ് മുതൽ റിസൾട്ട് ഉണ്ടായിരിക്കണം. ഇനി തോൽവി എന്നുള്ളത് സമ്മതിക്കാൻ പറ്റുന്ന കാര്യമല്ല. കിരീടങ്ങളില്ലാതെ 2ാം സ്ഥാനത്തായി പോയിക്കൊണ്ട് നിൽക്കാൻ റയൽ മാഡ്രിഡിന് കഴിയില്ല. അതിനനുസരിച്ചുള്ളൊരു ഉടച്ചുവാർക്കൽ സംഭവിച്ചിട്ടുണ്ട്. റയലിനെ തടയാൻ ബാഴ്സക്കാവുമോ എന്നുള്ള ചോദ്യമാണ്. ഓൾറെഡി ലാലിഗ കിരീടമൊക്കെ ചൂടിയിട്ട് സെറ്റാണ് ബാഴ്സയുടെ ടീം. ഒരു പിടി യുവതാരങ്ങളും അവരുടെ ടീമിലുണ്ട്. റിസൾട്ട് ഉണ്ടാക്കാൻ കപ്പാസിറ്റിയുള്ള യുവതാരങ്ങളുണ്ട്. സ്പെയിന് വേൾഡ് കപ്പ് നേടുമ്പോഴേ ആ വേൾഡ് കപ്പ് ടീമിൽ നിരവധി ബാഴ്സ താരങ്ങളാണ്. പ്രൊട്ടഗണിസ്റ്റുകളായിട്ട് തന്നെ ബാഴ്സ താരങ്ങളാണ്. ഓൾമോ വിജയത്തിലേക്ക് ഷോട്ട് വായിച്ച്, കിരീടത്തിലേക്ക് ഷോട്ട് വായിച്ച് ടോറസ്, പാവ് കുബാർസി, വേൾഡ് കപ്പിലെ മികച്ച യുവതാരമായ പാവ് കുബാർസി, അല്ലേ, ലമീൻ യമാൽ, അങ്ങനെ അവർക്കെടുത്തെടുത്ത് പറയാൻ എത്ര താരങ്ങളാണ്. റയലിനോ ഒരാൾ പോലും ഇല്ലായിരുന്നു. റയലിൽ കളിച്ചതുകൊണ്ട് വേൾഡ് കപ്പ് സ്ക്വാഡിലെത്തിയ ഒരാൾ പോലുമില്ല. കുക്കറയ പിന്നെയാണ്, അദ്ദേഹം റയൽ താരമായിക്കൊണ്ടല്ല വേൾഡ് കപ്പ് സ്ക്വാഡിലെത്തിയത്, പിന്നെയാണ് റയലിലേക്ക് വരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ കൂടുതൽ സ്പാനിഷ് താരങ്ങൾ ഉൾപ്പെടുത്തണമെന്ന് ബോർഡ് ആഗ്രഹിക്കുന്നുമുണ്ട്. അപ്പോൾ ഇനിയും സൈനിങ്ങുകളും മറ്റുമൊക്കെ സംഭവിക്കാൻ സാധ്യത, അതും ഹൈ ക്ലാസ് താരങ്ങൾ വേണം. വേൾഡ് കപ്പൊക്കെ അടിക്കുമ്പോൾ
ബാഴ്സ താരങ്ങൾ വേൾഡ് കപ്പ് ഉയർന്ന് നോക്കിയിട്ട് കൈയടിക്കുന്നതിന് പകരം ഞങ്ങളുടെ താരങ്ങളും ഉണ്ടാകണം എന്നവർ ആഗ്രഹിക്കുന്നുണ്ട്. അപ്പോൾ വരും സീസണുകളിൽ അത് തന്നെ നമ്മൾ പ്രതീക്ഷിക്കണം. റിസൾട്ട് ഉണ്ടാവണം. അപ്പോൾ അങ്ങനെ കൃത്യമായ ദൃഢനിശ്ചയത്തോടു കൂടി ഇറങ്ങുന്ന ഹൊസെ മൊറീഞ്ഞോയുടെ പട്ടാളത്തെ തടുക്കാൻ ആരുണ്ട് ലാ ലീഗയിൽ? അതാണ് ചോദ്യം. ആവുമോ ബാഴ്സയെ കൊണ്ട്? ഫ്ലിക്കിൻ്റെ തന്ത്രങ്ങൾ കൊണ്ട് അതിനാവുമോ? ഫ്ലിക്ക് വേഴ്സസ് ഹൊസെ മൊറീഞ്ഞോ ഇത്തവണ ലാ ലീഗയിൽ തീ പാറും എന്ന കാര്യം ഉറപ്പാണ്. നിങ്ങൾക്ക് ഇതിലൊക്കെ വ്യത്യസ്ത അഭിപ്രായങ്ങളുണ്ടാവും. കമൻറ്റ് ബോക്സ് രേഖപ്പെടുത്താം. ആരോഗ്യകരമായിട്ടുള്ള ഫുട്ബോൾ ചർച്ചകളുമായിട്ട് നമുക്ക് മുന്നോട്ട് പോകണം. അടുത്തൊരു വിഷയവുമായിട്ട് നാളെ കാണാം.